ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെയും അതിലെ സമസ്ത ജീവജാലങ്ങളെയും സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെയും രൂപകൽപ്പന ചെയ്ത പ്രഥമ എഞ്ചിനീയറായ ദൈവപിതാവിന്റെ എഞ്ചിനീയറിംഗ് വൈഭവം ഇന്നും വിസ്മയത്തോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാനാവൂ. ഈശ്വരന്റെ ഈ സൃഷ്ടികർമ്മം അനുകരിക്കുന്ന മനുഷ്യൻ നവീനത സംസ്കാരങ്ങളെ പാലങ്ങൾ കൊണ്ടും മേൽപ്പാലങ്ങൾ കൊണ്ടും ബന്ധിച്ചും മനുഷ്യ അധ്വാനത്തെ യന്ത്രവൽക്കരിച്ചും ഭൂമിയുടെ ആവാസ വ്യവസ്ഥകളെ ആധുനീകരിച്ചും മനുഷ്യ പ്രയത്നത്തെ വിലമതിച്ചുമുള്ള വികസനത്തിന് പുതിയ മുഖം നൽകുന്ന ഇന്നത്തെ എഞ്ചിനീയറിംഗ് സാങ്കേതികതയുടെ വിവിധ ലക്ഷ്യങ്ങൾ രാഷ്ട്രങ്ങളുടെ സുസ്ഥിര വികസനത്തിന് നിമിത്തമാണല്ലോ. സന്യാസത്തിന്റെ ഉറവിടങ്ങളിൽ ഉറച്ചുനിന്ന് അധുനാധുനീകരണം ലക്ഷ്യം കണ്ടിരുന്ന സ്ഥാപക പിതാവ് ധന്യൻ കടലിക്കാട്ടിൽ മത്തായിച്ചന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചാരുതയേകുവാൻ ഇതാ ഒരു തിരുഹൃദയ സന്യാസിനി. കല്ലും മണ്ണും സിമന്റും ചേർത്ത് മഠങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ ഇവ പണിയുന്നതിനോടൊപ്പം ക്രിസ്തു സാഹോദര്യത്തിന്റെ ബന്ധങ്ങൾ അഥവാ സിമന്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് സൊസൈറ്റി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ടെസ്മിൻ ജോസഫ് വരിക്കാനിക്കൽ നടത്തിയ 25 വർഷങ്ങളിലെ യാത്രകളിലേക്ക് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമായി 1996 ഞാൻ എൻ്റെ സന്യാസ ജീവിതം തുടങ്ങുന്നത്. പ്രഗത്ഭരായ എൻജിനീയേഴ്സ് ശ്രീ സെബാസ്റ്റ്യൻ വർഗീസ്, ശ്രീ നീലകണ്ഠൻ നമ്പൂതിരി, ശ്രീ ജെയിംസ് മണ്ണൂർ, ശ്രീ മാത്യു തോമസ് ഇവരോടൊപ്പം കെട്ടിട നിർമ്മാണ പ്രവർത്തന മേഖലയിൽ 25 വർഷങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നതിൽ ദൈവത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ രംഗത്തേക്ക് പ്രവേശിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട എസ്പിരിറ്റമ്മയെയും ടീം അംഗങ്ങളെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. 1999, 2001 കാലയളവിൽ NCVT കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃതമായ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സാണ് ഞാൻ പഠിച്ചത്. ഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ തലശ്ശേരി സെൻറ് ജോസഫ് പ്രൊവിൻസിൽ ആദ്യമായാണ് സിസ്റ്റേഴ്സിനെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വിടുന്നത്. അധികാരികളുടെ ആവശ്യമനുസരിച്ച് അനുസരണം അനുഗ്രഹമാണ് എന്ന വിശ്വാസത്തോടെ ആദ്യമായി ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു ചെന്നു. ഞാൻ ഓർക്കുന്നു, സാധാരണ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു ചെല്ലുന്നത് ബോയ്സാണ്. ആദ്യത്തെ ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് കടന്നു ചെന്നപ്പോൾ ബോയ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പഠിക്കുക എന്നത് ദൈവഹിതമാണെങ്കിൽ കൂട്ടിന് ഒരു പെൺകുട്ടിയെങ്കിലും തരണമെന്ന് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹം എന്നോണം ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പെൺകുട്ടികൾ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ പഠനവും പ്രാക്ടിക്കലും പ്രാക്ടീസുമായി പഠനം വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചു. തികച്ചും വേറിട്ട ഒരു ശുശ്രൂഷ മേഖലയിലൂടെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ സേവനം ചെയ്യാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെയാണ് ഞാൻ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നന്ദിയോടെയും ഈ ഒരു ഫീൽഡിലേക്ക് ആദ്യമായി ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ നവജ്യോതി സീനിയർ സെക്കൻഡറി CBSE സ്കൂൾ, സാൻ ജോസ് ഭവൻ, ക്രിസ്തുരാജ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, സിംഹാൻസ് ഹോസ്പിറ്റൽ, സാങ്ക്ട മരിയ തുടങ്ങിയ ഒട്ടേറെ മഹത്തായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് സാധിച്ചതിൽ ഒത്തിരിയേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ഒരു മേഖലയിൽ എന്നും താങ്ങും തണലുമായി എൻ്റെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ അധികാരികളും മൺമറഞ്ഞു പോയ ജെയിംസമ്മയെയും ഒപ്പം കൂടെയായിരിക്കുന്ന തോമസീനാമ, സിസ്റ്റർ നിർമ്മല ജോർജ്,
സിസ്റ്റർ റോസ് പുളിക്കിയിൽ, സിസ്റ്റർ ആൻസി മാത്യു, ഇവരെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. വെയിലും മഴയും മഞ്ഞും കൊണ്ട് പണിസ്ഥലത്തു നിന്നും രാത്രി വൈകി വന്നാലും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്ന, കമ്മ്യൂണിറ്റിയെ സ്നേഹിക്കുന്ന, സന്യാസം ആസ്വാദ്യതയോടെ ജീവിക്കുന്ന സിസ്റ്റർ ടെസ്മിൻ ഞങ്ങൾക്ക് ഒരു ആവേശമാണ്, അനുഗ്രഹമാണ്, മാതൃകയാണ്. ഇന്ന് സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ എഞ്ചിനീയർമാരെയും ഞങ്ങൾ മനസ്സാ നമിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വന്തം എഞ്ചിനീയർ സിസ്റ്റർ ടെസ്മിൻ ജോസഫിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഭാവുകങ്ങളും നേരുന്നു. ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ.